വെൽക്കം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓംലേറ്റ് ആണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഓംലേറ്റ്. ഓംലേറ്റ് എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഓംലേറ്റ് കൂടെ വെജിറ്റബിൾ കൂടി ഇട്ടുള്ള ഒരു ഓംലേറ്റ് ആയതുകൊണ്ട് അവർക്ക് വെജിറ്റബിളും കഴിക്കാൻ പറ്റും. അതുപോലെ ഓംലേറ്റ് ആയിട്ടും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതിനാവശ്യമായ സാധനങ്ങൾ: മുട്ട, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 ഉരുളക്കിഴങ്ങുള്ളത്, 2 ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇത് ഒരു 2 ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഇത് 3 പച്ചമുളകുണ്ട്, സബോള കൊത്തി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മല്ലിയിലയുടെ ഇല നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, എണ്ണ, ഇത് കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി, അത് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഉപയോഗിച്ചത്. ഇത് ഞാൻ 2 മുട്ട ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് റെഡിയാക്കാം. പാൻ വെച്ചു. പാനിലോട്ടൊരു ശകലം ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 2 സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ മതി. 2 സ്പൂൺ എണ്ണ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി. അതിലേക്ക് സബോള ഇടാം. സബോള ഇട്ടു. സബോള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇടുവാണ്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഇട്ടു. അതിലേക്ക് അത് നന്നായിട്ടൊന്ന് ചേർത്ത് വഴറ്റി അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എരിവ് എന്തുമാത്രം ആവശ്യം, കുട്ടികൾക്ക് കഴിയുമ്പോൾ കുറച്ച് മതി എരിവ്, കുട്ടികൾക്ക് കുറച്ച് എരിവ് മതി. അതിനുള്ള ആവശ്യത്തിനുള്ള കുരുമുളക് മാത്രം ഇട്ടാൽ മതി. മുതിരുന്നവർക്ക് കൂടുതലും ഇടാം. ഇത് ചപ്പാത്തിക്ക് നല്ലൊരു കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചപ്പാത്തിക്കാണെങ്കിലും നല്ലൊരു കറി. നന്നായിട്ട് ആവിയാവുന്നുണ്ട്, ആവി പിടിക്കുന്നുണ്ട്. ഒരു ശകല സമയം ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. നല്ല കുരുമുളകിൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ട്. കുരുമുളകിൻ്റെ നല്ല എണ്ണയ്ക്കകത്ത് മൂക്കുമ്പോൾ കുരുമുളകിന് ഒരു പ്രത്യേക മണമുണ്ട്. ആ മണം വരുന്നുണ്ട്. അതിന് ആവി പിടിച്ച് ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഒരു മിനിറ്റോടൊന്ന് മൂടി വെക്കാം. നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് ഇനി മുട്ട നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മുട്ട ഇളത്തിയെടുക്കാം. നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. നന്നായിട്ട് മുട്ട മൂത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. മുട്ട മൂത്തിട്ടുണ്ട്. നല്ലൊരു സബോളയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും ആ കുരുമുളകിൻ്റെയും കൂടി ഒരു മണമായപ്പോൾ നല്ലൊരു മണം കൂടിയുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഇത്. നമുക്ക് ചപ്പാത്തിക്ക് കറിയായിട്ട് കൂട്ടാം. പിന്നെ ഇത് തന്നെ കപ്പിലിട്ടിട്ട് വിശന്ന് കുട്ടികൾ സായന്തരം വരുമ്പോൾ അവർക്ക് ഈവനിങ് സ്നാക്സ് ഇനി മല്ലിയില മേളിലോട്ട് ഇട്ടെടുക്കാം.
അതൊന്നും മല്ലിയില ഇട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇനി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിലേക്ക് കുറച്ചൊരു മല്ലിയിലേക്ക് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം മേടിൽ. ഇത് നല്ലൊരു ഡിഷാണ്. ഈവനിങ് സ്നാക്സായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്കിത് ചപ്പാത്തിക്ക് നല്ലൊരു കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെജിറ്റബിളോ ഇതുപോലെ ക്യാരറ്റ് ഒക്കെ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരൊക്കെ ആകുമ്പോൾ ഈവനിങ് എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയൊരു കപ്പിലിട്ട് കൊടുത്താൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കുട്ടികൾക്ക് ഇഷ്ടമായ സോസ് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്.